നമസ്കാരം. വാർഷിക റിപ്പോർട്ട് 2024-25 വീണ്ടും വിജയഭേരി മുഴക്കിക്കൊണ്ട് ഒരു വർഷം കൂടി പൂർത്തിയാക്കി. പിണക്കങ്ങളും ഇണക്കങ്ങളും ഗ്രൂപ്പിൽ നിന്ന് സ്വയം മടങ്ങിപ്പോകലും തിരിച്ചുള്ള വരവും ആർക്കൊക്കെയോ വേണ്ടി ഓടിത്തളരുമ്പോൾ കൂടണയാൻ കൊതിക്കുന്ന ഒരിടമായി മാറി നമ്മുടെ ഗ്രൂപ്പ്. ഒരു വർഷം പിന്നിട്ട ഈ യാത്രയിലെ ചില ഓർമ്മക്കുറിപ്പുകൾ, മറ്റു ചില ഓർമ്മപ്പെടുത്തലുകൾ. 1986 SSLC ബാച്ചിന്റെ 1ാം വാർഷികം അത്യാഹ്ലാദപൂർവ്വം 2024 ജൂലൈ 31 പുതുവൽ തീരം കായൽ റിസോർട്ടിൽ നടന്നു. ഉച്ചയ്ക്ക് 2 PM ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. 50ഓളം അംഗങ്ങൾ പങ്കെടുത്ത വാർഷിക യോഗം സതിയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഷെല്ലി നമ്മളിൽ നിന്ന് വിട്ടകന്ന പ്രിയപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് കേക്ക് മുറിക്കൽ. ചടങ്ങിൽ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളായ റിനി, ദേവിന, ഗായത്രി, അനീഷ, അർഷാദ് എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. രാജലക്ഷ്മി വാർഷിക റിപ്പോർട്ടും സുഭാഷ് ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വാർഷിക പ്രവർത്തന ഫണ്ടിലേക്ക് ലഭിച്ച തുക ഏതു വിധത്തിൽ ഏത് ബാങ്കിൽ ആരുടെയെല്ലാം പേര് നിക്ഷേപിക്കാമെന്നും 2024 ഓണാഘോഷം എങ്ങനെ നടത്താമെന്നുമുള്ള ചർച്ചകൾ നടന്നു. സജി, ബാബുരാജ്, ഷീല, ഗീതകുമാരി എന്നിവരുടെ ഗാനാലാപനം സദസ്സിനെ ഇമ്പമുള്ളതാക്കി. തുടർന്ന് നടന്ന ഫോട്ടോഷൂട്ടും ചായ സൽക്കാരവും കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. 11/7/2024 ചെറുതിയൂർ സഹകരണ ബാങ്കിൽ ഷെല്ലി, സുഭാഷ്, ലത എന്നിവരുടെ പേര് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി സൗഹൃദ കൂട്ട് 86 ചെറുതിയൂർ ഹൈസ്കൂൾ എന്ന ലെറ്റർ പാഡും B86 എന്ന സീലും നിർമ്മിക്കുകയുണ്ടായി. 15/7/2024 പൊതു ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരം ചെറുതിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഷെല്ലി, സുഭാഷ്, ലത എന്നിവരുടെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി. വാർഷിക പ്രവർത്തന ഫണ്ടിലേക്ക് ലഭ്യമായ 1,30,700 രൂപയിൽ 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഫിക്സഡ് ആയി ബാക്കി തുക ഗ്രൂപ്പ് ആവശ്യങ്ങൾക്കായി സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ഗ്രൂപ്പിന്റെ പൊതു തീരുമാന പ്രകാരം 4/8/2024 ഓണാഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും കമ്മിറ്റി രൂപീകരിക്കുന്നതിനുമായി ഫിറോസിന്റെ കടയിൽ വെച്ചൊരു ആലോചനാ യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിൽ രാധാകൃഷ്ണൻ, വിജയൻ, സുഗതൻ, ജൂഡത്ത്, ലത, ഷെല്ലി, ഷീല, അനിൽകുമാർ, സുഭാഷ്, ഫിറോസ്, നിസ, ഗീതകുമാരി, ഷീബ എന്നിവർ പങ്കെടുത്തു. അതിൽ നിന്ന് പരിപാടിയുടെ ജനറൽ കൺവീനർ വിജയൻ, ചെയർമാൻ രാധാകൃഷ്ണൻ, കലാകായിക പരിപാടിയുടെ ചെയർമാൻ സുഗതൻ, ജനറൽ കൺവീനർ ജൂഡത്ത്, ട്രഷറർ ലത എന്നിവരെയും 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. 26/8/2024 വീണ്ടും ഒരു ആലോചനാ യോഗം ഷെല്ലിയുടെ വീട്ടിൽ 3 PM കൂടി. നിസ, രാജലക്ഷ്മി, ഫിറോസ്, ജൂഡത്ത്, ഹുസൈൻ, ഷീല, സരീന, രാധാകൃഷ്ണൻ, വിജയൻ, സുഗത എന്നിവർ പങ്കെടുത്തു. പാരഡൈസ് സ്കൂൾ ഓണാഘോഷ വേദിയായി തിരഞ്ഞെടുത്തു. 9 മണി മുതൽ 5 മണി വരെ സമയം നിശ്ചയിച്ചു. ചുമതല വിഭജനവും നടന്നു. 15-ന് മുമ്പ് പേര് വിവരം നൽകണമെന്നും സുലഭകുമാരി, ശ്രീകല, രാജേശ്വരി, സഞ്ജീവ്, സുനിൽകുമാർ എന്നിവർക്ക് 2000 രൂപ വീതം ഓണക്കൈനീട്ടം കൊടുക്കാൻ യോഗം തീരുമാനമെടുത്തു. 5/9/2024 പരിമളയുടെ മകളുടെ റിസപ്ഷൻ വിഭാഗത്തിന് ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുക്കുകയും ഗ്രൂപ്പിന്റെ വക മൊമെന്റോ നൽകുകയും ചെയ്തു. 29/9/2024 പാരഡൈസ് സ്കൂളിൽ വെച്ച് നടന്ന ഓണാഘോഷം സമുചിതമായി ആഘോഷിച്ചു. അതിന്റെ ഭാഗമായി 28/9 ഓഡിറ്റോറിയം പരിസരം മോടിയാക്കി. ബാബുരാജിന്റെ പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു. ജൂഡത്തും മകളും ചേർന്നുള്ള സിനിമാറ്റിക് ഡാൻസ് ഗംഭീരമായിരുന്നു. സജി, ഗീതകുമാരി, ഷീല, മീനയുടെ ഹസ്ബൻഡ് എന്നിവരുടെ ചലച്ചിത്ര ഗാനാലാപനം മികച്ച നിലവാരം പുലർത്തി. സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ നാരങ്ങയും സ്പൂണും 4 പേർ ചേർന്നുള്ള തിരുവാതിരയും നന്നായിരുന്നു. വടംവലി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു. വടം ആദ്യമായി കണ്ടവരുണ്ടായിരുന്നു. വടംവലി പങ്കെടുക്കാൻ കഴിഞ്ഞത് നല്ലൊരു അനുഭവമായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. വടംവലി പുരുഷ വിഭാഗത്തെ TS നയിച്ച ഗ്രൂപ്പിന് 1ാം സ്ഥാനവും ലേഡീസ് വിഭാഗത്തെ ഗീതകുമാരി നയിച്ച ഗ്രൂപ്പിന് 1ാം സ്ഥാനവും പങ്കിട്ടു.
ഒരാളുടെ ഉടമസ്ഥതയിലുള്ള കാറ്ററിംഗ് സേവനം ഉപയോഗപ്പെടുത്തിയതിന് സന്തോഷം. ഷെല്ലിയും ദേവമാനും ചേർന്ന് അവതരിപ്പിച്ച സ്കിറ്റ് ഏറ്റവും മികച്ചതായിരുന്നു. സന്ദർഭോചിതമായ സംഭാഷണങ്ങൾ, അതിനനുയോജ്യമായ രീതിയിൽ കൊടുത്ത ശബ്ദ വ്യതിയാനവും ശരീരഭാഷയും മുഖത്ത് മിന്നി പറഞ്ഞ ഭാവവും കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിരുന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലാശക്കൊട്ടിനും ചായകുടിയും കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം ഓണക്കൈനീട്ടം 2000 രൂപ വീതം എല്ലാവരുടെയും വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു. 14/11/2024 വ്യാഴാഴ്ച നടന്ന ഷെല്ലിയുടെ മകന്റെ വാർ റിസപ്ഷനിൽ ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുക്കുകയും B86 മൊമെന്റോ നൽകി വധുവരന്മാരെ ആശീർവദിച്ചു. സ്നേഹവും സഹജീവികളോടുള്ള കരുതൽ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒന്ന് തളരുമ്പോൾ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രൂപ്പ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി 13/10/2024 വിജയനും 10/11/2024 റോബിൻസനും പൊതുഫണ്ടിൽ നിന്നും 10,000 രൂപ ചികിത്സാർത്ഥം കൈത്താങ്ങായി നൽകി. 16/12/2024 മേവ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഷൈലാജിന്റെ മകളുടെ വിവാഹത്തെ ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്തു. B86 മൊമെന്റോ നൽകുകയും 15/12/2024 വീട്ടിൽ വെച്ച് നടന്ന റിസപ്ഷനിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു. 18/1/2025 ബാവാസി വെച്ച് നടന്ന രാജീവിന്റെ മകളുടെ വിവാഹ റിസപ്ഷനിലും 19/1/2025 ശിവഗിരി വെച്ച് നടന്ന വിവാഹത്തിലും ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്ത് മൊമെന്റോ നൽകി ആശീർവദിച്ചു. 17/4/2025 മേവ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന റസലിന്റെ മകളുടെ കല്യാണത്തിൽ ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്ത് മൊമെന്റോ നൽകി വധുവരന്മാരെ ആശീർവദിച്ചു. 18/5/2025 നമ്മുടെ ഗ്രൂപ്പിന്റെ ആദ്യ വിനോദയാത്ര പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഗോഗോലാൻഡ് യാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു. കുടുംബസമേതം പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എല്ലാവരെയും പഴയ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആ ദിവസത്തിന് കഴിഞ്ഞു. സൗഹൃദത്തിന്റെ ഇഴയെടുപ്പവും വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളതയിലും സ്നേഹത്തിലും അലിഞ്ഞു ചേർന്ന ദിവസമായിരുന്നു. സൗഹൃദങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ കുഞ്ഞു യാത്രകൾ പോലും ഓർമ്മകളിൽ കരുതി വയ്ക്കാമെന്ന് മനസ്സിലാക്കി തന്നു. 3/7/2025 ആറന്മുള ക്ഷേത്രത്തിൽ വെച്ച് നടന്ന എൻ്റെ രാജലക്ഷ്മിയുടെ മകൻ്റെ വിവാഹത്തിലും 4/7/2025 മേവ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന റിസപ്ഷനിലും ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുക്കുകയും ഗ്രൂപ്പിൻ്റെ വക മൊമെന്റോ നൽകി നവദമ്പതികളെ ആശീർവദിച്ചു. 19/7/2025 ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ചർച്ച ചെയ്യുന്നതിനായി രാവിലെ 10 മണി വിൻസ് പാർക്കിൽ വെച്ച് ആലോചനാ യോഗം കൂടി തീരുമാനങ്ങളെടുത്തു. അതിന്റെ ഭാഗമായി 4 പേർക്ക് സഞ്ജീവി രാജേശ്വരി, സുനിൽകുമാർ, ശ്രീകല എന്നിവർക്ക് ഓണക്കൈനീട്ടം 1000 രൂപ നൽകാമെന്നും വിൻസ് പാർക്ക് വേദിയായി തിരഞ്ഞെടുത്തു. നമ്മുടെ ഗ്രൂപ്പ് അംഗമായ സുലഭകുമാരിയുടെ മകളുടെ വിവാഹത്തിന് 20,000 രൂപ സംഭാവന നൽകാൻ തീരുമാനിച്ചു. വിവിധ കലാകായിക പരിപാടികൾ, DJ എന്നിവ നടത്താനും യോഗത്തിൽ തീരുമാനമെടുത്തു. SSLC +2 വിജയിച്ച ഗ്രൂപ്പ് അംഗങ്ങൾ മക്കൾക്ക് മൊമെന്റോ നൽകണമെന്നും തീരുമാനമെടുത്തു. 14/8/2025 റംലയുടെ മകളുടെ കല്യാണം അൽസാജിൽ വെച്ച് നടന്ന റംലയുടെ മകളുടെ കല്യാണത്തിലും 13/8/2025 വീട്ടിൽ നടന്ന റിസപ്ഷനിലും ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്തു. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും ആ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഒപ്പമുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിച്ച നിസ്വാർത്ഥ സേവകർ, സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലത്തെ മായ്ച്ചു കളഞ്ഞ് അതിരുണ്ടുകൂടാതെ സ്നേഹത്തോടെ പെയ്തൊഴിച്ചു കളയാൻ സഹായിക്കുന്നവർ, എടാ എടി എന്ന വിളികളിലൂടെ ഹൃദയത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന് ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാൻ സ്നേഹത്തോടെ എന്ന് കൂടെ നിൽക്കുന്നവർ, സഹജീവികളോട് കരുതലും സ്നേഹവും സ്വാർത്ഥതയും ഇല്ലാതെ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. നമ്മളിൽ നിന്ന് വിട്ടകന്ന പ്രിയ സുഹൃത്ത് ശ്യാം, ജയപ്രകാശ് സാർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, ബന്ധുക്കൾ എന്നിവർക്ക് സ്നേഹാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് എത്രയും സ്നേഹത്തോടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു.